പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ സോളി ജോസ് ബ്ലോസം ഹോം ഗാർഡൻ്റെ വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ ആന്തൂറിയം കളക്ഷനാണ്. എന്നോട് ചെടികൾ വാങ്ങിക്കുന്നവർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്രയും പൂക്കളുണ്ടാകുന്നതെന്ന്. അപ്പോൾ ഞാൻ കഴിയുന്നതും ഏവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്, എങ്കിലും അതൊരു വീഡിയോയായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ആന്തൂറിയം ചെടികളുടെ പരിപാലനവും വളപ്രയോഗവും നടീലുമാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് ഏതാണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ആന്തൂറിയം വളർത്തുന്നുണ്ട്. ആന്തൂറിയം 5 വർഷം മുമ്പ് ഞാൻ ഓൺലൈനിലാണ് ആദ്യമായിട്ട് വാങ്ങുന്നത്. അന്ന് ഞാൻ നട്ടിരുന്നത് ഓടും കഷ്ണവും കരിക്കട്ടയും പിന്നീട് ചകിരിത്തൊണ്ടൊക്കെ ഉപയോഗിച്ചുള്ള ഒരു നടീൽ മിശ്രിതമായിരുന്നു. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്രയും സക്സസ് ആയില്ല. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 2.5-3 വർഷമായിട്ട് ഞാൻ ആന്തൂറിയം നടുന്നത് എക്കോത്രൈവ് എന്ന് പറയുന്ന ഒരു പോട്ടിംഗ് മിക്സിലാണ്. വേറെ ഒന്നും അതിൻ്റെ കൂടെ ചേർക്കാറില്ല. നട്ട് ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ ചെറിയ രീതിയിൽ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അതിനുശേഷം ഞാൻ വളപ്രയോഗം നടത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൽ തേങ്ങ പൊട്ടിക്കുമല്ലോ, ആ തേങ്ങ പൊട്ടിയതിനെ വെള്ളം 3 ഇരട്ടിയായിട്ട് തേങ്ങാവെള്ളവും 3 ഇരട്ടി വെള്ളവും കൂടെ ചേർത്ത് നേർപ്പിച്ച് ചെടിയുടെ ചുവട്ടി അപ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കുക. പുളിപ്പിക്കാറൊന്നുമില്ല. ചിലരൊക്കെ പുളിപ്പിച്ചൊഴിക്കാറുണ്ട്, നമ്മൾ പുളിപ്പിക്കുന്നൊന്നുമില്ല, പുളിപ്പിച്ചൊഴിക്കാറില്ല. അല്ലാതെ തന്നെ നേരിട്ട് ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ ഇടയ്ക്കൊക്കെ ചിലപ്പോഴൊക്കെ ഫംഗിസൈഡ് ഒഴിച്ചു കൊടുക്കും. ഇവിടെ ഏതാണ്ട് ഈ 5 വർഷത്തിൻ്റെ ഇടയിൽ ഞാനൊരു 4-5 ആന്തൂറിയം മാത്രമേ നമ്മുടെ ഇവിടെ നശിച്ചു പോയിട്ടുള്ളൂ. പിന്നീട് ആ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേനൽക്കാലത്ത് ഡയറക്റ്റ് സൺലൈറ്റ് ഒരു കാരണവശാലും ആന്തൂറിയത്തിന് അടിക്കാൻ പാടില്ല. അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ പൂക്കളും ഫേഡാവും, ഇല പൊള്ളി പോവുകയും ചെയ്യും. പക്ഷേ ഇത് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആണെങ്കിൽ പോലും വേനൽക്കാലത്ത് ചെറുതായിട്ടൊന്ന് ഫെയ്ഡായിട്ട് വരുന്നത് കാണുന്നുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല. മഴക്കാലം തുടങ്ങുമ്പോഴത്തേനും നന്നായിട്ട് നല്ല കളറിലേക്ക് വരും. ഇപ്പോൾ കണ്ടോ, മഴക്കാലം തുടങ്ങിയപ്പോഴത്തേനും എൻ്റെ ചെടികളെല്ലാം നല്ല കളർഫുള്ളായിട്ട് വരുന്നു. ഇതിൽ കുറച്ച് ചെടികൾ സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. വലിയ ചെടികളെല്ലാം 2-2.5 വർഷമായിട്ട് എക്കോത്രൈവിൽ നിൽക്കുന്നതാണ്. അതായത് ഈ ചെടികളൊക്കെ കണ്ടോ, എക്കോത്രൈവിൽ നിൽക്കുന്ന ചെടികളാണ് ഇതെല്ലാം. എക്കോത്രൈവ് എന്ന പോട്ടിംഗ് മിക്സിൽ നല്ല ചെറിയ ചെടികളായിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ അത് നല്ല മുഴുത്ത പൂക്കളായി. ഇതുണ്ടാവും, നോക്കിക്കേ, എത്ര ഭംഗിയാണെന്നറിയാമോ. നല്ല മുഴുത്തി ചെറിയ ചെടികളായിരുന്നു. പക്ഷേ ഈ തേങ്ങാവെള്ളമാണ് കേട്ടോ എൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളത്. പിന്നീട് വല്ലപ്പോഴും ഒക്കെ അല്പം മൈക്രോ ഫുഡും ടോണിക്കും ഒക്കെ ഞങ്ങൾ ഏലം കൃഷിയാണ്. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന എൻ്റെ ബാക്കിയുണ്ടെങ്കിൽ ശകലമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 മാസം കൂടുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ തണ്ടുതുരപ്പം പുഴുവിൻ്റെ ശല്യമുണ്ട്. അതുകൊണ്ട് ഈ ആന്തൂറിയത്തിൻ്റെ ചുവട്ടിൽ കുത്തിയിട്ട് ഇല മഞ്ഞച്ച് പോയി ചെടി നശിച്ചു പോകും. അതുകൊണ്ട് ഞാനതിനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പെസ്റ്റിസൈഡ് കൊടുക്കാറുണ്ട് കേട്ടോ. അത് ഏതെങ്കിലും ഒരു കീടനാശിനി, ഇന്നതൊന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു കീടനാശിനികൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ നടുന്ന എക്കോത്രൈവ്. ഈ എക്കോത്രൈവ് കിട്ടിയില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട. ചകിരിച്ചോറ്, ചാണകപ്പൊടി, അല്പം എല്ലുപൊടിയും കൂടെ ചേർത്ത മിശ്രിതത്തിൽ മാത്രം നട്ടാൽ മതി. ഇത് മറ്റ് ചകിരിത്തൊണ്ടോ അങ്ങനെയൊന്നും ഞാനിടാറില്ല. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഇത് പറയുന്നത്. അപ്പം അതിനുശേഷം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ മറ്റ് ചെടികൾക്ക് കൊടുക്കുന്ന പോലെ പരിചരണ രീതിയൊന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ ആലോചിക്കേണ്ട കാര്യം, 1 പോട്ടിംഗ് മിക്സ്, 2 അല്പം തേങ്ങാവെള്ളം കൊടുക്കുക, 3 ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഫംഗിസൈഡോ പെസ്റ്റിസൈഡോ ഒക്കെ കൊടുക്കുക. പിന്നെ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ വളം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്രയൊക്കെ ചെയ്താൽ നല്ല ഭംഗിയിൽ ആന്തൂറിയം പൂക്കും. നോക്കിക്കേ, ഇപ്പം നിലവിൽ കണ്ടിടത്തെങ്കിൽ ഏറ്റവും 365 ദിവസവും നന്നായിട്ട് പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണ് ആന്തൂറിയം. വേനൽക്കാലത്ത് മാത്രം ഇച്ചിരി പൂക്കൾ കളർ കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അക്കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിരിക്കാം ഡിസ്ക്രിപ്ഷനിൽ. എന്നിട്ട് എന്തെങ്കിലും സംശയമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ സമയത്തും അവൈലബിൾ ആയിരിക്കും. ചെടികൾ ആവശ്യമുള്ളവരും എന്നെ കോൺടാക്റ്റ് ഈ നമ്പറിൽ, വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.